ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. റോഡിൽ ഇറങ്ങി അലമ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, നിയമം ലംഘിക്കാൻ നിൽക്കരുത്. ഇത് ആംബുലൻസിനെയും ബസ്സിനെയും ഒക്കെ തടസ്സപ്പെടുത്തി മുന്നിൽ ഷോ കാണിക്കുന്ന ചില വാഹന യാത്രക്കാരൊക്കെ ഉണ്ടല്ലേ. ഇരുചക്ര വാഹനങ്ങളും കാറിലും ഒക്കെയായി റോഡിൽ നാടകം കളിക്കുന്നവർ. ഡൽഹിയിൽ നിന്നുള്ളൊരു സംഭവം കാണാം. ഡൽഹിയിൽ നിന്നുള്ള ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ബസ്സിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ബുള്ളറ്റ് യാത്രക്കാരനാണ് ഈ വീഡിയോയിലുള്ളത്. അർജുൻ പീതാംബരനാണ് നമ്മുടെ കൂടെയുള്ളത്. അർജുൻ, ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ റോഡിൽ ഇറങ്ങി ഓരോ കോപ്രായങ്ങൾ കാണിച്ചാൽ ഈ വന്ന സമയത്തൊന്നും ആരും മൈൻഡ് പോലും ചെയ്യില്ല, പുച്ഛിച്ച് തള്ളിവിടും എന്നുള്ളത് ഓർക്കാത്ത ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ കാട്ടിക്കൊടുക്കുന്നത്. അതൊക്കെ പോട്ടെ, റോഡിൽ ഇറങ്ങി ഇങ്ങനെയുള്ള പണി കാണിച്ചാൽ ആ ബസ്സിലുള്ള ആൾക്കാരെ എത്ര പേരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകും, അവസാനം എന്ത് സംഭവിച്ചു അതറിയാൻ മതി. പൂജ, എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ വാർത്തയൊക്കെ നിരന്തരം കേൾക്കാറുണ്ട്. അതിൽ നിന്നും ഈ ഒരു സംഭവം എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷമുണ്ടായ നടപടികളാണ്. അതായത് ഇനി ഒരുത്തരും ഇതുപോലെ ഒരു അഭ്യാസം കാണിക്കാൻ ഇടയില്ലാത്ത തരത്തിലുള്ള ഒരു നടപടിയാണ് ഡൽഹിയിലെ സർക്കാർ എടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബൈക്ക് കണ്ടെത്തി അത് സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞു. അതായത് പാർട്സാക്കി അത് പൊളിച്ച് കളഞ്ഞു എന്നുള്ളതാണ് ഇവിടെ എടുത്തിരിക്കുന്ന നടപടി. തീർച്ചയായിട്ടും നൽകേണ്ട ഒരു നടപടിയാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ആ ഒരു ബുള്ളറ്റ് ബൈക്ക് അത് 15 വർഷം പിന്നിട്ട് കഴിഞ്ഞാണ്. ഡൽഹിയിലൊരു നിയമമുണ്ട്. ഈ പുകയും അതിൻ്റെ പ്രശ്നവും പുക മലിനീകരണവും ഒക്കെ, വായു മലിനീകരണവും ഒക്കെ വലിയൊരു പ്രശ്നമാകാറുണ്ട് എല്ലാ നവംബർ ഡിസംബർ മാസമൊക്കെ. അതിൻ്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ചില നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഡീസൽ വാഹനങ്ങൾ, ഈ ബസ്, ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾ 10 വർഷം പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ഡൽഹിയിൽ ഓടിക്കാൻ പാടില്ല, അത് പൊളിച്ച് കളയണം. CNG പെട്രോൾ വാഹനങ്ങൾ, അതിൽ ബൈക്കും ഉൾപ്പെടുന്നു. അങ്ങനെയുള്ള വാഹനങ്ങളാണെങ്കിൽ അവർക്ക് 15 വർഷമാണ് കാലാവധി നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് നിരത്തിൽ ഇറക്കിക്കഴിഞ്ഞാൽ പോലീസ് പിടിച്ചു കൊണ്ടുപോകും. പിന്നെ അത് പാർട്സായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലൊക്കെ അതിൻ്റെ ഭാഗങ്ങൾ വിൽക്കും. ഈ ബൈക്ക് 15 വർഷം കഴിഞ്ഞതാണ്. അതിൻ്റെ ഫസ്റ്റ് ഹാൻഡ് ഓണർ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 13 വർഷങ്ങൾക്ക് മുൻപ് ആ വാഹനം മറ്റൊരാൾക്ക്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആൾക്ക് വിറ്റതാണ്. പക്ഷേ അതിൻ്റെ ഈ ID പ്രൂഫും നെയിം പ്രൂഫും ഒന്നും തന്നെ മാറ്റിയിരുന്നില്ല. അതുകൊണ്ട് ആദ്യം ഈ നമ്പർ പ്ലേറ്റ് പരിശോധിച്ച് പോലീസ് എത്തിയത് ഇതിൻ്റെ ഫസ്റ്റ് ഓണർ, ആദ്യം ഈ ബൈക്ക് വാങ്ങിയ ആളുടെ കയ്യിൽ അടുത്തായിരുന്നു. പിന്നീട് അയാളിലൂടെ ഇപ്പോൾ ഈ അഭ്യാസം നടത്തിയിട്ടുള്ള അവിരുദ്ധനിലേക്ക് പോലീസ് എത്തി ആ ബൈക്ക് കണ്ടുപിടിച്ച് അത് കയ്യോടെ ഈ വാഹനങ്ങൾ പൊളിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി പൊളിച്ച് ഓരോരോ പീസാക്കി അതിൻ്റെ ഗ്രേ മാർക്കറ്റ് എന്നൊക്കെ പറയും. ഉത്തർപ്രദേശിലൊക്കെ ഈ ബൈക്കുകളുടെ പല കഷ്ണങ്ങളും പൊളിച്ച് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഡൽഹിയിൽ തന്നെ അതിൻ്റെ ഇടങ്ങളുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ ബൈക്ക് അതിൻ്റെ യഥാർത്ഥ ഷേപ്പിലല്ല, ഓരോ കഷ്ണങ്ങളാക്കി, ടയറും എഞ്ചിനും ഹെഡ്ലൈറ്റും ഒക്കെ വേറെ കഷ്ണങ്ങളാക്കി ഇപ്പോൾ കാണാൻ സാധിക്കുക. ഇനി ഈ ഒരു അഭ്യാസം, ഇത്തരത്തിലുള്ള അഭ്യാസം ഇനി ഡൽഹിയിൽ ആരും എടുക്കാൻ സാധിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ അതിന് മുതിരാത്ത തരത്തിൽ. ശരിയാണ് അർജുൻ. എന്തായാലും ഇത് കേൾക്കുമ്പോൾ ആരുടെയെങ്കിലും മനസ്സിലൊക്കെ ഒരു പേടി കാണും. എന്തായാലും ബുള്ളറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. എവിടെ നിയമം ലംഘിച്ചാലും ഇങ്ങനെയുള്ള പണിയൊക്കെ പുറകെ വരും എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയുള്ള പല പരിപാടികളും റോഡിൽ ഇറങ്ങി കാണിച്ചാൽ ഞങ്ങൾക്കൊക്കെ അതത്ര സുഖകരമായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. അതും കൂടി മനസ്സിലാക്കുക. പണി പിന്നാലെ വരും. ശരി അർജുനെ.